ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെ ടീച്ചറമ്മ നമ്മുടെ ക്ലൈമാക്സോട് അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ റാംജിയും കൂടി ചേർന്നിട്ട് കനിയുടെ ചെക്കനെയും അതുപോലെ തന്നെ അവരുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് നോക്കി വെക്കാന്ന് വെച്ചിട്ട് നേരെ പോണം നമ്മുടെ മേൽ ടീച്ചറെ വീട്ടിലേക്ക് നേരെ അങ്ങോട്ട് കയറുക കേട്ടോ. അപ്പൊ വീടൊക്കെ കാണുമ്പോഴേക്കും റാംജി പറഞ്ഞു, വീടൊക്കെ അത്ര വലിയ വീടൊന്നും അല്ല അല്ലേ? ആ, വലിയ വീടൊന്നുമല്ല, കുഴപ്പമില്ല, നമുക്ക് കനിഹക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീട് വേണമെങ്കിൽ വെച്ചു കൊടുക്കാലോ. അത് ശരിയാണ്, അവക്ക് ഇതിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള വീട് വെച്ചു കൊടുക്കണം നമുക്ക്. അതെ അതെ, വാ അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കാണ്. ആ സമയത്ത് നമ്മുടെ മേരി വാതിൽ തുറക്കാട്ടോ. ആരാ മനസ്സിലായില്ല എന്ന് പറയുമ്പോ, ഞങ്ങളാണ് കനിയുടെ അച്ഛനും അമ്മയും. ഓ, ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. പാർവതിനെ കണ്ടിട്ട് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പൊ മുമ്പ് മെലിഞ്ഞുണങ്ങിയ ഒരു പെണ്ണായിരുന്നില്ലേ, ഇപ്പൊ വണ്ണം വെച്ച് വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം, വാ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ട് മേരി അകത്തേക്ക് വിളിക്കാണ്. രണ്ടുപേരും കയറി ഇരിക്കുന്നുണ്ട്. അല്ല, ഇവിടെ ജോൺ ഇല്ലേ, ഞങ്ങളുടെ മരുമോനാവുന്ന ആളെ കാണാനും കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ജോണ് ഒന്ന് പുറത്തു വരെ പോയിരിക്കുക. ആ സമയത്ത് റാംജി ഫുള്ളും വീടൊന്ന് നോക്കാണ്. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് കാണുമായിരിക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും മേരി പറയുന്നുണ്ട്, സ്ക്വയർ ഫീറ്റിന്റെ കണക്കൊന്നും എനിക്ക് അറിയില്ല, ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചതാണ്, കണ്ടിഷ്ടപ്പെട്ടപ്പോ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ഓ, അങ്ങനെയാണല്ലേ, അപ്പോ ഈ വീട് ഇപ്പൊ ആരുടെ പേരിലാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് എന്റെ പേരിലാണ്. നിങ്ങളുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ജോണിനും കനിക്കും വേണ്ടി വേറൊരു വീട് ഞങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടേ. അതായത് 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീട് എന്നൊക്കെ കണ്ടില്ലേ, ആ 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയൊരു വീടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിനെ പറമ്പായിട്ടും മുറ്റമായിട്ടും ഒരു 5 കാറെങ്കിലും കയറുന്ന അത്ര ഒരു വലിപ്പം വേണമല്ലോ മുറ്റത്ത്. അപ്പൊ അങ്ങനത്തെ രീതിയിലൊരു വലിയൊരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. കനിയും ജോണും പിന്നെ അവിടെയല്ലേ നിൽക്കുള്ളൂ. അല്ല, നിങ്ങക്ക് വേറെ ജോണിന് സിപ്ലിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, ഒറ്റ മോനാ, പിന്നെ അവൻ എന്നെ വിട്ടിട്ട് എവിടെയും വരത്തൊന്നും ഇല്ല എന്ന് പറയാണ്. അതൊക്കെ പാർവതിയുടെ റാംജിയുടെ മുഖം മാറാട്ടോ. അവര് ജോണിനെ വിലക്ക് വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷെ മേരി ടീച്ചർ രണ്ടായിട്ട് ആ പ്ലാൻ മടക്കി അവരുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോകുവാണ്. അതിനുശേഷം കനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വല്യമ്മാമേനെയും റെജീനെയും കണ്ടിട്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല. ടീച്ചർ വേഗം തന്നെ സരസ്വതി വേഗം തന്നെ നമ്മുടെ വല്യമ്മനെ വിളിക്കുകയാണ്. ഹലോ ഏട്ടാ. സരസ്വതി എന്താടി എന്ന് പറയുമ്പോഴേക്കും, ഏട്ടാ കനി നിങ്ങളുടെ കൂടെയുണ്ടോ? ഇല്ല, ഞാനും റെജി മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കല്യാണത്തിനെ കുറച്ച് വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, നിങ്ങളുടെ കൂടെ അവളും വരുമെന്ന് പറഞ്ഞിട്ട് അവളിവിടെ രാവിലെ തന്നെ പുറപ്പെട്ടു പോയിരുന്നല്ലോ. ഇല്ല, അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല ഇപ്പോ എന്ന് പറയാണ്. ഈശ്വര, പിന്നെ ഈ പെണ്ണെ എവിടെ പോയി? വിളിച്ചിട്ടാണെങ്കിൽ പരിധിക്ക് പുറത്ത് ഫോണ്. അവള് പിന്നെ ഇത് എവിടെ പോവാനാ എന്ന് നമ്മുടെ വല്യമ്മ അമ്മയും ചോദിക്കണം. അപ്പൊ സരസ്വതി പറഞ്ഞിട്ട്, എനിക്കെന്തോ അവളുടെ പെരുമാറ്റത്തിലൊക്കെ വരാത്തൊരു പ്രശ്നം പോലെ തോന്നുക. എന്ത് പ്രശ്നം? അല്ല, ഇന്നലെ പാർവതിയേച്ചിയും അതുപോലെ തന്നെ റാംജി ഏട്ടനും കൂടി ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് മോൾക്ക് വേണ്ടിയിട്ട് സ്വർണ്ണമായിട്ടും അതുപോലെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പണമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായി. നമ്മൾക്ക് അതൊന്നും തന്നെ പിടിച്ചില്ല. അവര് കല്യാണത്തിന് ഒരുപാട് പ്രതീക്ഷിച്ചെന്നൊക്കെ ചെയ്യുമ്പോൾ അവൾക്കൊരു വല്ലാത്തൊരു കുറ്റബോധം, അവരെ ചതിക്കുകയാണോ എന്നൊരു തോന്നല്. അപ്പൊ ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ ആദ്യമായിട്ട് ഒന്നിച്ച് ഈ ഒരു കാര്യത്തിന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ആ ഒരു കുറ്റബോധം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു പ്ലാനിങ് ആണല്ലോ ഏട്ടാ. അതുകൊണ്ട് അവൾക്ക് വല്ലാത്തൊരു വിഷമം. പിന്നെ അവളുടെ മനസ്സിൽ എവിടെയൊക്കെയോ ജോൺ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് അവൾ ഇനി കല്യാണത്തിന് മുമ്പേ മുങ്ങി അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനാണ് അവൾ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോ സംശയം പോലെ. അപ്പൊ വല്യമാമൻ പറയണ്ടേ, നീ ഫോം വെക്ക്, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വിളിച്ചു നോക്കാന്ന് പറയാണ്. റെജി ചോദിക്കണ്ടേ, എന്താ അച്ഛാ, എന്താ പ്രശ്നം ചോദിക്കുമ്പോ, കനി ഇതുവരെ വീട്ടിൽ വന്നില്ലടാ എന്ന് പറയാണ്. അങ്ങനെ കനീനെ അന്വേഷിച്ച് നടക്കാട്ടി ഇവരെല്ലാവരും. പക്ഷെ കനീനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് കനി മിക്കവാറും മുങ്ങി കാണും കേട്ടോ. കാരണം കനി മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാർക്കും ഒരു ഇതില്ലല്ലോ. അതായത് കനി മുങ്ങിയതാണ്, വിവാഹം മുടങ്ങിയാലും ആരെയും കുറ്റപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല, പ്രത്യേകിച്ച് കനിയുടെ അച്ഛനും അമ്മക്കും. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജോണിനെ വീടിനെ വിവാഹം കഴിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ തന്നെയായിരിക്കും ഈ ക്ലൈമാക്സ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ കനി ഇനിയില്ല എന്ന സെറ്റപ്പിലാണ് ഇന്നത്തെ പ്രൊമോ കാണിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കാണുന്ന നാളത്തെ എപ്പിസോഡ് വരുമ്പോഴേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.